ഈ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വേറൊന്നുമല്ല, ജലദോഷവും പനിയും പമ്പ കടന്ന ഒരു റിസൾട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കഞ്ഞിക്കുറുക്കല എന്ന് പറയും, നമ്മളിവിടെ ചിലർ പനിക്കുറുക്ക എന്ന് പറയും, പലതും പറയാറുണ്ട്. അപ്പോൾ അത് ഒരു 3-4 ഇല എടുത്തിട്ട് അതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിയുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിക്കുക. കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഇലയും ഇതുപോലെ ചുവന്നുള്ളിയും ചേർത്തിട്ട് തിളപ്പിക്കുക. അതിൻ്റെ കൂടെ തുളസി ഇല ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇവിടെ ഉണ്ട്, പക്ഷേ ഞാനത് എടുക്കാൻ മറന്നുപോയി. അതും കൂടി ആഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞിക്കുറുക്കലിൻ്റെ മരങ്ങൾ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ചെറിയൊരു തൈ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് കാട് പോലെ വളരും കേട്ടോ. നമ്മളിവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിന്നിപ്പം അവിടെ കാടായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് കുഴിച്ചിട്ട് അവിടെ ഉണ്ടായി. അവിടുന്ന് പിന്നെ ഇത് ഇങ്ങനെ ഒരുപാടായപ്പം അവിടുന്ന് മാറ്റി. അപ്പോൾ ഉണ്ടാകാൻ വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തുളസി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. നന്നായി തിളച്ച് ഇതിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടില്ല. ഇതുപോലെ കളറ് മാറിയതിന് ശേഷം അപ്പം കുറച്ച് വെള്ളം ഒന്ന് വറ്റി വരികയും ചെയ്യും. നന്നായിട്ട് തന്നെ തിളയ്ക്കണം. പെട്ടെന്ന് ഒരു തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യരുത്. നന്നായിട്ട് തിളച്ചിട്ട് ആ ഉള്ളിയുടെയും ഇലയുടെയും ഒക്കെ ഫ്ലേവർ നന്നായി വെള്ളത്തിലൊന്ന് അലിഞ്ഞ് ചേരണം. എന്നിട്ട് വെള്ളത്തിന് ചെറിയൊരു കളർ മാറ്റമൊക്കെ വരും. അപ്പോൾ നമ്മുടെ തൊണ്ടയടവിനും അതുപോലെ കഫക്കെട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ. വളരെ റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണ് ഇത്. ഒരുപാട് ഗുളികകളൊക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഒരു ചിലവില്ലാത്തൊരു സംഭവമാണ്. ഇനി ഈ ഇല ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും അല്ലേ, ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.